ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഗായ്സ്, ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നപ്പോൾ അച്ഛൻ തൊമ്മാർത്ത് ഇരിക്കുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ചാവിയൊക്കെ വെച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പണിക്ക് പോകാനുള്ള ഒരു ധൃതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാനുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അച്ഛനൊന്ന് പോയിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാനിങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും രാവിലെ അച്ഛനെ കണ്ട് തൊഴുതിട്ടൊക്കെയാണ് വരിക. എന്തായാലും വേറൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്തായാലും. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഉമ്മാർത്തിരുന്നുണ്ടെങ്കിൽ തറവാട് മൊത്തം കാണാം കേട്ടോ. അപ്പോൾ അതവിടെ മക്കൾ ഇതാ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കുറേ വൈകിട്ടാണ് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നത് എനിക്ക്. അപ്പോൾ ഇത് അന്നെടുത്ത വീഡിയോ ആണ്, ജൂൺ 5 എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് ഇത് ഇടാൻ പറ്റുന്നത്. എനിക്കാണെങ്കിൽ മഴ പെയ്യുമ്പോൾ അപ്പോൾ തറവാടിൻ്റെ അവിടെ ഓടിൻ്റെ അവിടെ വന്ന് നോക്കും. എനിക്ക് അതാണ് ഇഷ്ടം. മഴ പെയ്യുമ്പോൾ പഴയ വീടുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചായക്കാണെങ്കിൽ ഒന്ന് പൊട്ടും ചെറുപയർ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛന് പോകാനായി. അപ്പോൾ അച്ഛൻ എന്തായാലും ചായയും കട്ടൻ ചായയും ഒക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്തായാലും രാവിലെ തന്നെ പണിക്ക് പോകാനുള്ള ധൃതിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ചായയുടെ കടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛന് കുടിച്ചിട്ട് പോകണം. അടുക്കള ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര വെള്ളം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനാണെങ്കിൽ എണീച്ച് വന്നിട്ട് കണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമ്പുന്നുണ്ട്. അപ്പം നോക്കിയപ്പോഴാണ് ഡേറ്റും കാര്യങ്ങളൊന്നും പറിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ജൂൺ 5 ഒന്നും കൂടിയും പറയുകയാണ്. അപ്പത്തിന് വെള്ളം പോകണ കണ്ടിട്ട് അപ്പം മോളിക്ക് പോകണ പൈപ്പിൽ നിന്ന് താഴത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പം താഴത്തുള്ള കുറച്ച് ഡ്രമ്മും കാര്യങ്ങളും ഉണ്ട്, അതിലൊക്കെ വെള്ളം നിറയ്ക്കാനുണ്ട്. അപ്പം എന്തായാലും അതിനുള്ളൊരു പണി. അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നല്ല മഴയാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒന്നിനും ഞങ്ങൾക്ക് പറ്റില്ല. ഫുൾ ടൈം ഇന്ന് വീട്ടിലിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പത്തിനും ചായ കുടിച്ച് അച്ഛൻ പണിക്ക് പോയി കേട്ടോ. അപ്പത്തിനും ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ഗൈസ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അച്ഛൻ്റെ പണിയുടെ മുണ്ടാണ്. അപ്പോൾ അത് അമ്മ അതാ ഈ വെള്ളമൊക്കെ കൂടി അപ്പോൾ ഞങ്ങളാരും വിഴണ്ടാച്ചിട്ടിട്ടതാണ്. ഈ മുണ്ടൊന്നാകെ എടുത്തിട്ട് ആ ഫ്രണ്ടിലാണ്ട് കൊണ്ടിട്ട് അപ്പത്തിനും തീയൊക്കെ ഇങ്ങനെ കെടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ഇളക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഈ കുഞ്ഞു കമ്പുകൾ ഇങ്ങനെ പകുതി ഇങ്ങനെ വെട്ടി വയ്ക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് ഞാൻ അങ്ങനെ ചെറുതായി എത്ര പീസ് ചെറുതാക്കാൻ നോക്കും അത്രയും ചെറുതാക്കും. ഇത് ഇപ്പം എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചെറുതാക്കാൻ പറ്റാത്തത്. ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി വെക്കാറുണ്ട്. എൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഗായ്സിൻ്റെ ചെരുപ്പ് ഒന്നിങ്ങനെ ചളിയാക്കിയിട്ട് ഇടാനോ ഒന്നിനും സമ്മതിക്കില്ല. അപ്പം എങ്ങനെയും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അച്ഛച്ചിതാ ഇതുപോലെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മയിൽ ഞാനത് പോയിട്ട് കഴുകി എടുത്ത് വെച്ച്. കാരണം ഞാനങ്ങനെ എടുത്ത് വെക്കാറോ കാര്യങ്ങളൊന്നും ഇല്ല. ചളിയായിട്ടുണ്ടെങ്കിൽ അവിടെ പുറത്തിട്ടിട്ട് പോവാറ്. അച്ഛൻ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതൊക്കെ എടുത്ത് വെച്ച് ക്ലീനാക്കി. അപ്പോൾ ഗൈസ്, അപ്പോൾ പല്ലേപ്പും പിന്നെ അച്ഛൻ്റെ കുറച്ച് മുണ്ടും ഷർട്ടും കാര്യങ്ങളൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പാണ്. പിന്നെ ഇവിടെ ടാരപ്പായ കെട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അതാ വെള്ളം നമ്മൾ മേത്തിക്കൊക്കെ ആവട്ടെ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് കുളിക്കാനുള്ളതാണ്. അപ്പം അമ്മ എന്തായാലും കുടിക്കാനുള്ള വെള്ളം ഇതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം മഴക്കാലമൊക്കെ അല്ലേ ഗൈസ്, എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക കേട്ടോ. ഞാനെന്തായാലും ഈ തുണികളൊക്കെ ഒന്ന് മുകളിലേക്ക് കൊണ്ടിടട്ടെ, ഒന്ന് ഉണക്കണ്ടേ, അതിന് വേണ്ടി കൊണ്ടിടുകയാണ്. ഈ ഒരു കോണിപ്പടി കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പുറത്താണെങ്കിൽ ഒരു പിടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ മറിഞ്ഞിട്ട് വീഴാം. അപ്പോൾ എന്തായാലും തുണികളൊക്കെ ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ചായയും പുട്ട് നേരത്തെ കാണിച്ചല്ലോ, പുട്ടും അതുപോലെ തന്നെ കറിയും പപ്പടം ഉണ്ട്. അപ്പം ഞാൻ പുട്ടും കറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് പപ്പടം വേണ്ടാന്ന് വെച്ച്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോൾ ഒരു അണ്ണാൻകുട്ടീനെ കണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കുറച്ച് നേരം. മഴ എപ്പോഴും പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഈ തറവാടിന് മുറ്റത്തേക്ക് നോക്കിയിരിക്കലാണ് ഇതിൻ്റെ പണി. അപ്പത്തേനും ഇതാ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഊറ്റി വെക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു അടുപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അച്ഛന്ന് ഉണ്ടാക്കണേ ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചോറ് ഊറ്റിയിടുന്നുണ്ട്. അപ്പത്തിന് അമ്മ കാടിളക്കി വരുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഉപ്പേരിക്കാണ് അമ്മ ഇത് ഉണ്ടാക്കിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് പുന്നാരമുരിങ്ങ എന്നാണ് പറയുക അതിന്. അപ്പോൾ ഇത് ഉപ്പേരി വയ്ക്കും കറിയൊക്കെ വെക്കും കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇതിന് പുന്നാർമുരിങ്ങ എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റിലിടെ. അപ്പോൾ ഞാൻ ഗൈസ് കുറച്ച് ദിവസമായി എണ്ണ തേച്ചിട്ട് അപ്പോൾ തലയിൽ. അപ്പോൾ എന്തായാലും തലയിൽ കുറച്ച് നേരം അത് തേച്ച് പിടിക്കാമെന്നൊക്കെ വിചാരിച്ച്. മുടി അങ്ങനെ തൂളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ അമ്മേനായിട്ട് സംസാരിച്ചിട്ടിരിക്കുക. അമ്മ അവിടെ ഉമ്മാർത്തിരുന്ന് തന്നെ അരിയുണ്ട്.
അപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ ഇതാ ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 കുറച്ച് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എനിക്കിത് ഉണ്ടാവുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഭയങ്കര ഒരു ഐശ്വര്യം പോലെയൊക്കെ ഇത് ഉണ്ടാകുമ്പോൾ തോന്നുക. പിന്നെ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ അത് തിളപ്പിച്ച് കുടിക്കണമൊക്കെ നല്ലതാണ്. ഞങ്ങൾ ഫസ്റ്റൊക്കെ ഇത് ഉണ്ടായപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ തിളപ്പിച്ചൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ അതിനൊന്നും ഒരു ടൈമും കിട്ടിയിട്ടില്ല. ആദ്യം ഞങ്ങളെ വീട്ടിലിങ്ങനെ ശംഖുപുഷ്പം വെച്ചാൽ ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പോൾ വെച്ചിട്ട് ഇങ്ങനെ കുറേ പൂവുകൾ ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. എനിക്ക് നല്ല ഇഷ്ടം. എൻ്റെ വീട്ടിൽ ഉണ്ടാവണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഞാൻ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ചായടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായടി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ജൂൺ 5 പരിസ്ഥിതി ദിനമല്ലേ, അപ്പോൾ ഞാൻ എന്തായാലും ഒരു മരം നടാമെന്ന് വിചാരിച്ച്. അതെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ മാവാണ് എടുക്കുന്നത്. എനിക്ക് മാങ്ങ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാവ് നടാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ എൻ്റെ ഭാവിയിൽ ഈ വീട്ടിൽ മാങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ വാർപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തിന്നാലോ. അപ്പം ഞാൻ വലിയ ഇടയിൽ ഇതാ മാവൊക്കെ ഇങ്ങനെ നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് വലുതായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അതെ, എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ ഷേക്ക് അടിക്കണതും മാങ്ങയായിട്ടുള്ള ഓരോ ഐറ്റംസാണ് കൂടുതൽ. കാരണം എനിക്ക് മാങ്ങയാണ് കൂടുതൽ കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടതിപ്പോൾ ഞങ്ങളെ വീട്ടിൽ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ വീണെടുക്കുന്നുണ്ട് കേട്ടോ. മുല്ലപ്പൂവിൻ്റെ വള്ളികളാണെങ്കിൽ ഈ വാർപ്പിൻ്റെ മുകളിലിട്ട് അവിടേക്ക് ഇങ്ങനെ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ചെടിയുണ്ട്, അവിടേക്ക് ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടാണ് നിൽക്കണത് കേട്ടോ. അപ്പം മുല്ലപ്പൂ അങ്ങനെ ഞങ്ങൾക്ക് അധികം കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് മുല്ലപ്പൂ കുറേ ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എടുത്തേക്ക് വരും. ഭയങ്കരമായിട്ട് ഇഷ്ടം അമ്മയ്ക്ക് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ. നല്ല ഇഷ്ടം പറഞ്ഞാൽ ആളുടെ ചെടിയുടെ അടുത്തിരിക്കണം കുറച്ച് ഫോട്ടോസ് അങ്ങനത്തെ ഒക്കെയാണ് എടുക്കാറ്. അപ്പോൾ ആരും ഇനിയിപ്പോൾ അനിയത്തി എവിടെയെന്ന് ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഓൾക്കാണെങ്കിൽ പനിയാണ്. അപ്പോൾ ഓൾ ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുകയാണ്. പനിയൊന്നും മാറിയിട്ടില്ല. പനി ഞങ്ങൾക്ക് എങ്ങനെ വന്നു വെച്ചാൽ അച്ചച്ചൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് പനി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പനി ഏകദേശം ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് നോക്കിയായിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ചോറിനാൻ പോവുകയാണ്. അപ്പോൾ ചോറിന് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ, പുന്നാറുമുരിങ്ങ ഉപ്പേരി ഉണ്ട്. ഇത് പിന്നെ ഒരു കറി ഉണ്ട് കേട്ടോ, മോര് കറി പോലത്തെ തന്നെ കേട്ടോ, കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ പപ്പടം അച്ചാറും ഉണ്ട്. അപ്പോൾ അത് കൂട്ടി എന്തായാലും ഞാൻ ചോറ് തിന്നട്ടെ. പിന്നെ എൻ്റെ അമ്മ എന്ത് കറി വെച്ചാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ. നല്ല ഇഷ്ടപ്പെടും എനിക്ക്. കാരണം അമ്മ വയ്ക്കുന്ന ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അമ്മ ഈ വെള്ളരിക്ക കറി, വെള്ളരിക്ക തേങ്ങ ഒക്കെ അരച്ചിട്ട് വെക്കും. അല്ലാതെയും വെക്കണതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഓൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ പോയി നോക്കേണ്ടത് തുമ്മാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ അത് കിടന്നുറങ്ങുകയാണ്, ഉച്ചയുറക്കമാണ്. അപ്പോൾ എന്തായാലും ഞാനും അമ്മയുടെ ഒപ്പം ഒന്ന് കിടന്നുറങ്ങട്ടെ കേട്ടോ. അമ്മ ഞാൻ എടുത്ത് വന്ന് കിടന്നിട്ടോ അമ്മ അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചായ കുടിക്കാനുള്ള കേട്ടോ. അപ്പോൾ കേക്കും മിച്ചറും ചായ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് കുടിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അനിയത്തിനായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഓൾക്കാണെങ്കിൽ ക്യാമറയ്ക്കൊന്നും വരണ്ട, വയ്യാത്ത കാരണം വരുന്നില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും കാണിച്ചില്ല കേട്ടോ. അങ്ങനെയാണെങ്കിലോ ഓൾക്കാണെങ്കിൽ ബ്ലഡൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല പനി വന്നു. എനിക്ക് പനി വന്നിട്ട് എനിക്കും വയ്യായിരുന്നു, അമ്മയ്ക്കും എല്ലാവർക്കും പനി തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങളിലൊക്കെ ഒന്ന് ഭേദമായിട്ടുള്ളത്. ഓൾഡ് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ബ്ലഡൊക്കെ കുറവാണ്. അപ്പോൾ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് റെഡി ആയിട്ട് എടുക്കണം ഇനി. പക്ഷേ ഞാനാണ് കഴിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ. അങ്ങനെ അത് കഴിക്കില്ല. അപ്പത്തിനും അമ്മ അത് മാറ്റിയിരുന്നിട്ട് ഈ മുളക് പൊടി കാര്യങ്ങളൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉമ്മാർത്ത് വന്നിരുന്ന്, അമ്മ അപ്പോൾ അവിടെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. ചായയൊക്കെ എടുത്തിട്ട് ഉമ്മാർത്തേക്ക് എത്തി. അപ്പോൾ ഫുൾ ടൈം ഞങ്ങൾ ഉമ്മാർത്താണ് ഇരിപ്പ്. അപ്പോൾ എന്തായാലും ഇതാ മുല്ലപ്പൂക്കെ എടുത്തോള് കാണിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ടാ പണി മാറ്റിയിട്ട് അച്ഛൻ വന്ന്. അപ്പോൾ അച്ഛനുള്ള വെള്ളം കുളിക്കുമ്പോൾ അച്ഛനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി നിൽക്കും.
അച്ഛൻ ലോട്ടറി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രൈസ് ഉണ്ടാവും വെച്ചിട്ടാണ് അച്ഛൻ്റെ വിചാരത്തിൽ. ഒന്നും ഉണ്ടായില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അച്ഛത ഫോണിലിരുന്ന് കളിക്കുകയാണ്. അപ്പത്തിന് ഞാനിത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്കാണെങ്കിൽ പകുതി വേവിൽ എടുക്കണതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേഗം കൊത്തിയിളക്കി എടുത്തപ്പോഴത്തേന് അതിന് കുറച്ച് ഭാഗം ഒന്ന് പോയി. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് തിന്നാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇതൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ നിലത്തിരുന്ന് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുവച്ച് എല്ലാതും കൊണ്ടുവച്ചിട്ടുണ്ട്. എത്ര മേശ ഉണ്ടെങ്കിലും ഞങ്ങൾ താഴ്ത്തിരുന്നിട്ടേ കഴിക്കുള്ളൂ അച്ഛൻ്റെ ഒപ്പം. അപ്പോൾ അച്ഛൻ പൂച്ചയുടെ സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് സൗണ്ട് കേട്ടിട്ട് അത് എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, വന്ന് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ വെച്ചിട്ട് ഞങ്ങൾ മാറി നിന്ന്. അപ്പോൾ അന്നേരം പൂച്ച വന്ന് കഴിച്ചിട്ട്, കുഞ്ഞു കുട്ടിയാണ് പൂച്ചയുടെ. ഞങ്ങൾ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു, അതിനിപ്പോൾ കാണാണ്ടായി. അപ്പോൾ ഇതിപ്പോൾ വേറൊരു പൂച്ചയാണ്. ഇപ്പോൾ ഇതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ പൂച്ചയുടെ അമ്മ മരിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതിന് പേടിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.